വളരെ പരിചിതമായ ഒരു വാക്യമാണ് ഈ പകല് വായിച്ചത്. ഞാൻ കർത്തദാസിനോട് ചോദിച്ചു എങ്ങനെ യോഗത്തിന്റെ ക്രമീകരണം. അപ്പോൾ നോട്ടീസ് അങ്ങനെ 1 മണിയാകുമ്പോഴാണ് പകലത്തെ യോഗം നടത്തുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. 1 മണിയാകുമ്പോൾ യോഗം നിർത്തും. ചിലപ്പോൾ 1-2 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സ്കെയില് പിടിച്ചോണ്ടിരിക്കരുത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ പകല് അങ്ങനെ നടക്കട്ടെ. 11:30 സമയം തരണമെന്ന് ഞാനും പറഞ്ഞു. അദ്ദേഹവും അത് സമ്മതിച്ചു. 11 സമയത്ത് ദൈവസന്നിധിയിൽ നിൽപ്പാൻ ദൈവം നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. മറ്റേ മുഖവരകളൊന്നും ഇനി പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ അതിനെ അടിസ്ഥാനമാക്കി ഇന്നും പകലും ഇന്ന് വൈകിട്ടും നാളെ പകലും ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവവചനം ധ്യാനിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്നവർക്കും പ്രയോജനമായി തീരട്ടെ. അപ്പോൾ ഒരു വിഷയം നമുക്ക് വിശാലമായിട്ട് ധ്യാനിക്കുകയും ചെയ്യാം. പഠിക്കുന്നവർക്ക് അത് പഠിക്കാം, ഗ്രഹിക്കുന്നവർക്ക് ഗ്രഹിക്കാം. ദൈവം എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ഇത് വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി സഹോദരിമാർക്ക് വായിക്കാം. ഉറക്കെ വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയും മൈക്ക് കൊടുത്ത ആള് തന്നെ വായിക്കണം നിർബന്ധമില്ല. മൈക്ക് കൂടെ വായിക്കുമ്പോൾ ദൂരത്തിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ പ്രയോജനമാകും. ഇനി സഹോദരിമാരൊരാൾ ചടയെന്ന് വായിച്ചാൽ അത് വായിച്ചോട്ടെ. മൈക്കുള്ളയാള് ഒന്നുകൂടെ അത് വായിച്ച് സഹായിക്കുകയും ചെയ്യണം. അപ്പം പിന്നെ ഒരു അലോകമില്ലാതെ യോഗം പിരിയും. അപ്പോൾ ഒരുത്തരം എഴുതിയ 1-ാം ലേഖനം 10:5 ആരും മാറ്റിയത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ആ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. വളരെ പരിചിതമായ വാക്യശകലമാണ്. ഈ പകല് നമുക്ക് ശാന്തമായിട്ട് ദൈവവചനം ധ്യാനിക്കാം. അതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. മുഖകാന്തികൻ മ്ലാനതനീകും നിൻമുഖകാന്തിയൻ മ്ലാനതനീകും നിൻമധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. നിൻമധുരാമൃത വചനം ഖിന്നതയാകവെ പോകും. മഹിമയനും പരമേശ പാഹിമേശു മഹേശ. മഹിമയനും പരമേശ പാഹിമേശു മഹേശ. മഹിമയനും പരമേശ പാഹിമേശു മഹേശ. ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇവിടെ ഈ പ്രാവശ്യത്തെ ശുശ്രൂഷയ്ക്ക് വരാൻ മുഖാന്തരം പ്രിയ കർത്താവിന്റെ മകൻ അബു ബ്രദറും പ്രിയ ഷായിജാനുമാണ് പ്രധാനമായിട്ട് അതിന് മുൻകൈയെടുത്തത്. കർത്തദാസനും ആ കാര്യത്തിൽ സഹകരിച്ചെല്ലാം ക്രമീകരിച്ചതിൽ ദൈവത്തിന് മഹത്വം. ദൈവം ഈ സഭയെയും ഈ സഭയിൽ കൂടി വന്ന് ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെയും ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പൊ എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അപ്പൊ ഈ വാക്യത്തിൽ 2 കാര്യമാണ് പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. 2, ഇവരെ തെളിയിട്ടെന്ന ഒരു പദം പലയിടങ്ങളിലും ബൈബിളിലുണ്ട്. ഒടുവിൽ കുറെ ആൾക്കാരെ ഒന്നിച്ച് തെളിയിട്ടു. എവിടെട്ടാ? എവിടെയും തെളിയിട്ട അമ്മക്ക് എന്നാ ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും ഇപ്പോൾ ഇങ്ങോട്ട് വഴി ഇറക്കി വിടുവെന്നല്ല, തെളിയിട്ട് വന്ന ആ ഗതി ആർക്കും വരരുത്. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ. നിങ്ങൾ ഇറക്കിയ ഒരു കാര്യം പറയാം. മിസ്രയീമിനെ ദൈവം തെളിയിട്ടു.
ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രമാണത്തിൽ നിൽക്കാഞ്ഞ ഇസ്രായേലിനെ ദൈവം, അങ്ങനെ ദൈവത്തിന്റെ പരിപാടി. ഞങ്ങൾ ബന്ധുക്കോസാ തെളിയിടുകയാണെന്നൊന്നും ചിന്തിക്കണ്ട. ദൈവം വെച്ച വ്യവസ്ഥയിൽ ഞാൻ നിങ്ങൾ നിന്നില്ലെങ്കിൽ സൂക്ഷം നമ്മളെ തെളിയിടും. ആദ്യം തള്ളിയിട്ടത് മിസ്രയീമിനെയാണ്. നിങ്ങളാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം വായിച്ചേ. പുറപ്പാട് 14:27. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ മിസ്രയീമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. ഇത് ദൈവം തള്ളിയിട്ടതാ. അപ്പൊ മിസ്രയീമി ശക്തികളെ, മിസ്രയീമ്യരെ ദൈവം കടലിന്റെ നടുവിൽ തള്ളി. ഇത് കണ്ടേച്ചാ ഇവര് മരുഭൂമിയിലോട്ട് യാത്ര ചെയ്ത് വന്നത്. അപ്പൊ ഇവരോർത്ത് ആകെ കൂടെ ഒരു തള്ളികളിലുള്ള ഇനി ആരും തള്ളിയിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രമാണം തിരിക്കാൻ മുഴുവൻ ഇടത്തിനും ദൈവം തള്ളി. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പൊ നമുക്ക് ഇന്നും പകലും വൈകിട്ടും നാളെ പകലുമൊക്കെ ഇതിനോട് അടിസ്ഥാനപ്പെട്ട നമ്മൾ ദൈവം ധ്യാനിക്കാൻ പോകുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ധ്യാനിച്ച് നമുക്കറിയാം പൗലോസ് കൊരിന്ത്യർക്ക് 2 ലേഖനം എഴുതി. 2 ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം അവൻ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി, ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച് കർത്താവിന്റെ വചനത്തിന് വേണ്ടി ഒരുങ്ങുക. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പൗലോസിന്റെ 21 ലേഖനങ്ങളിൽ, പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ, മൊത്തം 21, 14 പൗലോസ്. ആ 14 ലേഖനങ്ങളിൽ എപ്പോഴും ഞാൻ പറയും 3 ലേഖനം തർജ്ജമ ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഇത് 3 തർജ്ജമ ലേഖനങ്ങളാണ്. തർജ്ജമ ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ ദൈവികമാണ്. അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, വചനം പ്രസംഗിക്കാൻ സമയത്തിനും അസമയത്തിനും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോട് ഉപദേശത്തിലൂടെ ശാസിക്കുക. അടുത്ത പദം തർജ്ജമ ചെയ്യുക. ഇപ്പോൾ മിക്ക സഭകളിലും തർജ്ജനം ചെയ്യാറില്ല. അറിയാൻ പാടില്ലായിട്ടല്ല, ഉപദേശിമാർക്കൊക്കെ നന്നായിട്ട് അറിയാം വചന ഉപദേശം, പക്ഷേ തർജ്ജനം ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടുത്തെ രീതി അറിയത്തില്ല. നാട്ടിലൊക്കെ നേതാക്കന്മാരുടെ കാല് പിടിച്ച 3 വലിയൊരു സഭ ഇരിക്കുന്നത്. അതവരെ ശയന പ്രദർശനം നടത്തുകയോ ഇടയ്ക്കിടയ്ക്ക് തിരുമുൽക്കാഴ്ച വെക്കുകയോ അല്ലെങ്കിൽ അവര് പാരിതോഷിക്കാം. അത് കൈക്കൂലിയല്ല, അപ്പൊ ചില കണ്ടപ്പോൾ ഒരു സന്തോഷം. അത് നല്ലതാ, ഇടയ്ക്കിടയ്ക്ക് സന്തോഷിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഓന്നൊക്കെ ശയന പ്രദക്ഷിണമൊക്കെ പറഞ്ഞ് നിന്നാൽ അവർക്ക് നല്ല സഭ കൊടുക്കും. ഓർഡിനേഷനും പെട്ടെന്ന് കൊടുക്കും. ഹൈസ്കൂളിൽ പഠിക്കുമൊന്നും വേണ്ട, പ്ലെയിനെ വെച്ച് ഓർഡിനേഷൻ കൊടുക്കും. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങണ്ട, എന്നാ കാശ് ഇങ്ങോട്ട് പല കണ്ടിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും. പുസ്തകക്രമം അതുപോലെ അറിയാൻ. അങ്ങനെയുള്ള ധാരാളം ബിരുദന്മാരുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിക്കയിടങ്ങളിലും ഉണ്ട്. അതെ, ഇപ്പൊ പിന്നെ ട്രാൻസ്ഫറിന്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറ്റണം. ഞാൻ അങ്ങോട്ട് വരുമ്പോ നീ ഇങ്ങോട്ട് വരണം. നീ ഇവിടെ വന്ന് സാധനം ഇറക്കുമ്പോൾ ആ ലോറിയിൽ എന്റെ സാധനം അങ്ങോട്ട്. സാധുക്കളായ ദൈവദാസന്മാർ ഇപ്പോഴും മിഷൻ രേഷൻ തന്നെ. ഇവാഞ്ചലിസ്റ്റ് ജോർജ് കുട്ടി 87 വയസ്സുണ്ടായി. പുള്ളി ഇപ്പോഴും ഇവാഞ്ചലിസ്റ്റ് വാ, പൈനിയറൊക്കെ. ഞാൻ എതിർക്കുന്നൊന്നുമില്ല. മെഡിക്കൽമാരല്ല അങ്ങോട്ട് അതിനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നത്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷമില്ല. എന്തോ ട്രാൻസ്ഫർ എന്താ പറഞ്ഞത്? എനിക്ക് ഇംഗ്ലീഷ് വെച്ച് മാറ്റാം. അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ഞാൻ പറയാം. അപ്പൊ ശരിയാ. അതുകൊണ്ട് സഭയ്ക്കകത്ത് തർജ്ജനങ്ങൾ നടക്കുന്നില്ല. ഈ കാല് പിടിച്ചും കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും കിട്ടുന്നത് കൊണ്ടൊന്നും തീർത്ത് പറയാൻ പറ്റത്തില്ല. ഒന്നുകിൽ തർജ്ജനം ചെയ്താൽ സെക്രട്ടറി മടങ്ങും, അല്ലെ ട്രഷറർ ഇളയും, അല്ലെ കമ്മിറ്റി മുടക്കും. പിന്നെ 3 വർഷം വന്ന പുള്ളിക്ക് 1.25 വർഷം കൊണ്ട് പരിപാടി നിർത്തേണ്ടി വരും. അതുകൊണ്ട് മാസ്റ്റർമാരുടെ ഭാര്യമാര് ചില മാസ്റ്റർമാർ പറയും, ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു.
ഒരു കാര്യം ഞാൻ പറഞ്ഞോളാം, എനിക്ക് ഇതെല്ലാം കൂടെ കെട്ടിപ്പറക്കി ഓക്കെ. നിങ്ങൾ ഒന്ന് പറഞ്ഞു, നിങ്ങൾ അനുഭവത്തിന്റെ അപ്രകാരം പറയാൻ നിങ്ങളെന്നെ എല്ലാം വർധന ചെയ്യാൻ പോയ അവസാനം ഇതെല്ലാം. അപ്പം പാസ്റ്റർമാര് ചെലവ് ചിന്തിക്കും നേരെ കുഞ്ഞമ്മ പറഞ്ഞതാ തർജ്ജനം ചെയ്യുന്നില്ല. എന്നാൽ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവഹിതമാണ്. സ്തോത്രം. തർജ്ജനം ചെയ്യണം. അത് ഇണങ്ങുകയോ പിണങ്ങുകയോ കൈ തരാതിരിക്കുവോ കണ്ടാ മിണ്ടുകയോ മിണ്ടാതിരിക്കുക അതൊക്കെ അവനവന്റെ നിലയിൽ പൊക്കോ. പക്ഷേ ഒരു ശുശ്രൂഷകൻ കാര്യങ്ങൾ കർക്കശമായി പറഞ്ഞിരിക്കണം. ദിത്താനുഭവങ്ങളുണ്ടാകും, എതിരുണ്ടാകും, ഒറ്റപ്പെടൽ വരും. നാളെ വായിച്ചപ്പോൾ നിന്നെ ഒതുക്കാൻ നോക്കും, പക്ഷേ കർത്താവ് നിന്റെ കൂടെ കാണും. അന്ന് ചെല്ലുമ്പോ ഒരു വിളി കേൾക്കാം, നന്ന് നല്ലവരും വിശ്വസ്തനുമാണ്. അതാണ് ഏറ്റവും വലുത്. അതെ, ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. 3 ലേഖനം തർജ്ജമ ലേഖനമാണ്. 3 കാണണം. അത് നാടൻ ഭാഷ പറഞ്ഞ 3 പ്രശകനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പ്രശക, 2 ജീവിത പ്രശക, 3 വിശ്വാസ പ്രശക. അതിനെതിരെയുള്ള ലേഖനമായത്. നമ്മളെ കൊരിന്ത് ലേഖനമാണല്ലോ വായിച്ചത്. അതിലെ 1-ാം ലേഖനത്തിന്റെ 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ് വായിച്ചത്. നിങ്ങൾക്കറിയാം, വേറെ പുസ്തകം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം, എന്നേക്കാൾ നന്നായിട്ട് വചനം അറിയാവുന്ന, പഠിപ്പിക്കുന്ന, ഗ്രഹിക്കുന്ന, അറിവുള്ളവരായി എന്നെ കേൾക്കുന്നത് നല്ല ബോധ്യമാണ്. അപ്പൊ കൊരിന്തിന്റെ 1-ാം ലേഖനം പൗലോസിന് 16 അധ്യായങ്ങളുണ്ട്. ഈ 16 അധ്യായം ഓടിച്ചൊന്ന് അപഗ്രഥിച്ചാൽ 16 അധ്യായത്തിലെ വിഷയം അത് ഒരു 16 വിഷയം. 16ഉം 26ഉം 56ഉം ഒന്നും അല്ല. പിന്നെ നമുക്ക് എളിയ ബുദ്ധിയിലെ ഓടിച്ചൊന്ന് മനസ്സിലാക്കാൻ ഓരോ അധ്യായത്തിൽ കൂടി ഒന്ന് കയറി ഇറങ്ങിയാൽ ഓരോരോ വിഷയങ്ങളായിട്ട് പഠിക്കുന്നത് കുറച്ചുകൂടെ പ്രയോജനമായിരിക്കും. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്ന വിഷയം, 2-ാം അധ്യായത്തില് ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ പിണക്കം ഇവരുടെ ഇടയിൽ കുടികൊള്ളുന്നു, 4-ാം അധ്യായത്തിൽ കണ്ടമാനം അറിവ് ക്ഷീണിപ്പിക്കുന്നു, 5-ാം അധ്യായത്തിൽ അവൻ സ്തോത്രം ദുർനടപ്പ്, 6-ാം അധ്യായത്തിൽ വ്യവഹാര വിഷയം, 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പനെ സംബന്ധിച്ച്, 9-ാം അധ്യായത്തിൽ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു, 10-ാം അധ്യായത്തിൽ വിഗ്രഹസേവയും പിറുപിറുപ്പും, 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. ഒന്ന് ഫാഷൻ, 2 തിരുമേശയുടെ ഉപദേശം. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. 13-ാം അധ്യായം ദൈവസ്നേഹം. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധങ്ങൾ, അന്യഭാഷ, പ്രവചനം, വീര്യപ്രവൃത്തി, ശുശ്രൂഷകളെല്ലാം എങ്ങനെ ഉപയോഗിക്കണം, അത് 14-ാം അധ്യായത്തിൽ. 15-ാം അധ്യായത്തിൽ കർത്താവിന്റെ വീണ്ടും വരവ്. 16-ാം അധ്യായത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുന്ന കാര്യമാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വരുമ്പോൾ ആ ആഴ്ച ചരതിച്ചു വെച്ചേച്ച് അത് കൊണ്ടുവരണം. അതെല്ലാവർക്കും തൃപ്തിയില്ല, അതുകൊണ്ട് ആ ഭാഗം തൊടുന്നില്ല, വെറുതെ അലോക്യം ഉണ്ടാക്കുന്നില്ല. അപ്പൊ എന്തായാലും 16 അധ്യായത്തിൽ കൂടെ ഓടിച്ചെന്ന് കണ്ണോടിച്ചാൽ ഈ വിധത്തിലുള്ള പാഠങ്ങൾ നമുക്കതിൽ പഠിക്കാം. ദൈവത്തിന് മഹത്വം. 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പക്ഷം പിടിക്കുന്നു. ഒരുവൻ അപ്പൊല്ലോസിന്റെ പക്ഷം, ഒരുവൻ കേബാമിന്റെ പക്ഷം, ഒരുവൻ പൗലോസിന്റെ പക്ഷം, ഒരുവൻ ക്രിസ്തുവിന്റെ പക്ഷം. ഇങ്ങനെ വിവിധ പക്ഷങ്ങൾ സഭയ്ക്കകത്ത്. അത് പാടില്ല. ദൈവസഭയ്ക്കകത്ത് പക്ഷം പാടില്ല. ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പിസം പാടില്ല. അതാ 1-ാം അധ്യായത്തിൽ കർക്കശമായിട്ടത്. ഈ സഭയാകട്ടെ, ഏത് സഭയാകട്ടെ, തിരുവല്ലായി ഞങ്ങള് കൂടുന്ന സഭയാകട്ടെ, ലോകത്തിൽ ഏത് ദൈവസഭയാകട്ടെ, ദൈവസഭയ്ക്കകത്ത് പക്ഷം പിടിക്കരുത്, പിടിപ്പിക്കരുത്. ദൈവസഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവന് ദൈവം വിടുകയല്ല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഏത് കൊലവമ്പനാണെങ്കിലും വിടത്തില്ല. സൂക്ഷ്മ ദൈവം നിന്നെ പിടിച്ചിരിക്കും. കാരണം സഭ കർത്താവിൻ്റെതാണ്. ഇതിനകത്ത് കക്ഷി, പക്ഷ, വർഗ, വർണ്ണ വ്യത്യാസം കൂടാതെ അവൻ വേണം ദൈവത്തെ ഭരിക്കാനും ആരാധിക്കാനും. അപ്പോൾ സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള പക്ഷം പിടിപ്പിക്കരുത്. ഗ്രൂപ്പിസം. ഇപ്പൊ ഗ്രൂപ്പിസം എന്നല്ല, പാനലാണ്. ഡോർകുട്ടിയുടെ പാനലും പോൺസുട്ടിയുടെ പാനലും, ജാഗോത്തിന്റെ പാനലും, കറിയാക്കന്റെ പാനൽ, മുഴുവൻ പാനല. ഇവരെ എല്ലാം ദൈവം പിടിക്കുമെന്നുള്ളത് അവരുടെ പരമാർത്ഥം. അപ്പൊ ഇതിനകത്ത് അതിനൊന്നും പാടില്ല.
നാമല്ല യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ഒരപ്പത്തിന്റെ അംശങ്ങളാണ്, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇല്ല, നാമെല്ലാം ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്. ആത്മാവൊന്ന്, സ്വർഗമൊന്ന്, സ്നാനമൊന്ന്, വിശ്വാസമൊന്ന്, ദൈവമൊന്ന്, സഭയൊന്ന്, എല്ലാം ഒന്നാണ്. അതെ. അപ്പൊ ഒന്നാം അധ്യായത്തിൽ പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, ഇതിനകത്തെ പക്ഷമൊന്നും പിടിപ്പിക്കരുത്. ചില സഭകളിലും ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാൽ സെക്രട്ടറി 5-6 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷററും ഒരു 4-5 പേരും കൂടെ ഒരു ഗ്രൂപ്പ്, കമ്മിറ്റിക്കാര് ചിലരുണ്ട്, അവരെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പ്, പാസ്റ്ററും ഒരു 3-4 പേരും കൂടെ വേറൊരു ഗ്രൂപ്പ്, ഇവരെ എല്ലാം ഒതുക്കാൻ വേറൊരു ഗ്രൂപ്പ്. അപ്പൊ ഇത് മിക്ക ഇടങ്ങളിലുമുണ്ട്. ദൈവത്തിന് മഹത്വം. ഇത് തെറ്റാണ്. ഒരുവൻ ഗ്രൂപ്പിസമായിട്ട് വരുമ്പോൾ അവിടെ വെച്ച് നിർത്തണം, യോജിക്കരുത്. എന്തോ അവിടുത്തെ വിഷയം ഞാൻ ചോദിക്കണം. പണ്ട് കേട്ടിട്ടുണ്ട്, ടി.ഡി. ഉമ്മച്ചൻ അവരുടെ എടുക്കൽ ഒരു സഹോദരൻ വന്ന് വേറൊരു സഹോദരന്റെ കുറ്റം പറഞ്ഞു. അപ്പച്ചന്റെ പ്രീതി കിട്ടാൻ അവൻ അങ്ങനെ മൈക്കിന്റെ ഉള്ളിൽ കുറച്ച് തന്നു പോയതാണ്. ഈ പരുവത്തിന് നിൽക്കണമെങ്കിൽ ഞരടിരിക്കുമെന്ന് ചെയ്യരുത്. അപ്പൊ ശ്രദ്ധിക്കുക, പുറകെ പറഞ്ഞ് ഞാൻ അകത്തിക്കോളാം, അതൊക്കെ പറഞ്ഞ് ഞാൻ അടുപ്പിച്ചോളാം. ഇവിടെ ഒരു ധാരണ നിൽക്കണം ഇന്ന് നാളെ. അപ്പൊ എടുക്കൽ ഒരു സഹോദരൻ ചെന്ന് പറഞ്ഞു, അപ്പച്ചാ വേറൊരു സഹോദരനെ പറ്റി കുറ്റം പറയാ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാ ഇപ്പടിയാ അതെല്ലാം പറയാം. ബഹുമാനപ്പെട്ട ടി.ജി. അവർ അതെല്ലാം കേട്ടു. ഒടുവിൽ പറഞ്ഞാട്ടെ ബ്രദറെ, ആ സഹോദരൻ അതുപോലെ കൂടുതൽ കേൾക്കാത്തവനാ, നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കും. അന്നേരം അവൻ പറഞ്ഞ പക്ഷേ എനിക്ക് സമയമില്ല പോവുക. അപ്പൊ പറഞ്ഞ അവനല്ല വിഷയം, നീ ആ വിഷയം. മനസ്സിലായ കാണും. മറ്റുള്ളവർക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു മനസ്സുണ്ടായി. നാം നമ്മുടെ ഭാഗം ഒന്ന് ക്രമീകരിച്ച് അന്നേരം അടുത്തിരിക്കുന്നവരെ ക്രമപ്പെടും. ഒരു തെളിവ് തരാം. ഈ യേശാവ് യാക്കോബിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കുക, അങ്ങനെ അവരെ പേടിച്ച് ഓടിയത്. ഉഷ പോലും യാക്കോബിന്റെ ഒപ്പം ഏത് ഉഷയാണ്? കെ.ആർ. നാരായണന്റെ സഹധർമ്മണി ഉഷയല്ല, അത് ബർമ്മക്കാരിയാണ്. ബർമ്മ അംബാസഡറായിട്ട് ഇരുന്നപ്പോ ആ ഉഷയല്ല, പി.ടി. ഉഷ. അപ്പം ഉഷ പോലും യാക്കോബിന്റെ ഒപ്പം എത്തുകയില്ല, കാരണം അതുപോലത്തെ പ്രശ്നമാണ് പിൻപിൽ. അതുകൊണ്ട് ആ ഓട്ടം. യേശാവ് യാക്കോബിനെ കണ്ട കൊല്ലാൻ നിൽക്കുക. അപ്പൊ അമ്മ പറഞ്ഞിട്ട് അവൻ നിന്ന് തട്ടിക്കളഞ്ഞ് ഒരു ദിവസം 2 പിള്ളേരോടെ തീരുന്നതിന് നല്ലത് ഇനി ഓടിക്കോ. എന്റെ ആങ്ങള ലാഭാനുണ്ട് 10,000 IBCയും ചത്തുപോടും എന്നെ സ്വതന്ത്രം പറയാം. അങ്ങനെ ഒരൊറ്റ ഓട്ടം ഓടിയത്. ഓടി 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 ഒരു സ്ഥലത്ത് ഇരുന്ന് അപ്പൊ സൂര്യനങ്ങ് അസ്തമിച്ചു. അവിടെ കിടന്നുറങ്ങി. തലയണയായിട്ടൊരു കല്ല് വെച്ച അത്ര സുഖമൊന്നുമല്ല, എന്നാലും ക്ഷീണവും മനപ്പീടിയും ആ കിട്ടിയതാട്ടെ. അവിടെ ഒരാൾ പറഞ്ഞല്ലോ, ഒത്തന്റെ ഓടിടായില്ലേ ഓലയിടാന്ന് പറഞ്ഞ പോലെ കിട്ടിയത് കൊണ്ട് കിടന്നു. പക്ഷെ ആ കല്ല് ക്രിസ്തുവിന് നിഴലാണ്. ഏകാന്തതയുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ നിനക്ക് സഹായമായിട്ട് ഇറങ്ങി വരുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇണയായി കൈ മാത്രം എന്നെണ്ണുമ്പോൾ കോവേലിയിൽ ദൂതന്മാരിറങ്ങി വരും. തലയിണയായി കൈ മാത്രം എന്നെണ്ണുമ്പോൾ കോവേലിയിൽ ദൂതന്മാരിറങ്ങി വരും.
ഭാര്യമാരും പിള്ളേരും സമ്പത്തും ഒക്കെയായി. തിരിച്ച് യാത്ര ചെയ്ത് അവിടെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടു. അമ്മായിയമ്മന്റെ മുഖവും അളിയന്മാരുടെ സംസാരം അത്ര നല്ലതല്ല. കേരളത്തിൽ ഒരു നാട്ടിലുണ്ട്, സ്വരം നല്ലപോലെ പാട്ട് നിർത്തണം. ഈ ഇദ്ദേഹത്ത് നിന്ന് അതിൻ്റെതായ ക്ഷീണമുണ്ട്, ഇല്ലേ? നിന്നവരോട് ചോദിച്ചു നോക്കാം. ഉണ്ടോ? ഉണ്ടാകും. എത്രയാണ് അമ്മാമ എത്ര അന്യഭാഷയൊക്കെ നന്നായിട്ട് പറയുന്നാലും അമ്മാമ്മയ്ക്ക് അതിൻ്റെതായ ഇടയ്ക്കൊരു അവസരം കിട്ടിയപ്പോ എന്റെ മറുഭാഷയ്ക്കൊന്നും ഒരു കുറവും കുറ്റമല്ല, മനുഷ്യ പ്രകൃതിയാണ്. അപ്പൊ ഒരിക്കലും യാക്കോബ് എഴുന്നേറ്റ് അമ്മായിയപ്പന്റെ മുഖത്ത് നോക്കിയപ്പോ മുഖം അത്ര പന്തികൾ നല്ലൊരു മുഖമല്ല, എന്തോ ഒരു ബുദ്ധിമുട്ട്. 31 വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ, ഷടേന്ന് വായിക്കേ. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെ യാക്കോബ് എടുത്തു കളഞ്ഞു. നിങ്ങളുടെ അപ്പന്റെ അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാര് പറഞ്ഞ വാക്ക് യാക്കോബ് കേട്ടു. അടുത്തത് യാക്കോബ് ലാബാന്റെ ഉറക്കെ വായിക്കേ. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ മോഹയ്ക്ക് ഒരു വ്യത്യാസം. അധികമാരുടെ സംസാരം അത്ര നല്ലതല്ല. എന്നാ അമ്മായിയപ്പനെ ഒന്ന് നോക്കാന്ന് വെച്ചപ്പോ അത്താച്ചന്റെ അവിടെ ഇവിടാണോ ഇപ്പൊ കൂടുന്നത്? അതോ അവിടെ എവിടെയും വായിക്കോട്ടെ, വന്നല്ലോ. വീട് പണിയെല്ലാം കഴിച്ചു. പിന്നെ എല്ലാം ഇതിനകത്ത് നടക്കും. അപ്പൊ ശ്രദ്ധിക്കുക, യാക്കോബ് ലാബാന്റെ മുഖത്തോട്ട് നോക്കി. നോക്കിയപ്പോൾ മുഖത്തൊരു വ്യത്യാസം. ഈ മുഖം കാണുമ്പം ഏറെക്കുറെ പിടികിട്ടു. ഈ യോഗത്തിന് നിനക്ക് താല്പര്യമുണ്ടോ? ഈ യോഗം അനുഗ്രഹമായിട്ട് തീരുന്നുണ്ടോ? സന്തോഷത്തോടാണോ ഇരിക്കുന്നത്? എങ്ങനെ അതിന്റെ മനോഗതി ഇതൊക്കെ ഈ മുഖം കാണുമ്പോ അറിയാം. അത് സ്റ്റേജായിരിക്കുന്ന ഞങ്ങളുടെ മുഖം കാണുമ്പോ നിങ്ങൾക്കും ഏറെക്കുറെ പിടികിട്ടും. പുള്ളിക്ക് ആരാധനയോട് താല്പര്യമുണ്ടോ? അതോ ഈ വചനം ഇഷ്ടമാണോ? അതോ ഉമ്മ വന്ന് മെനക്കെട്ട് വന്ന് ഇരിക്കുകയാണോ? മുഖം കാണുമ്പോ അറിയാം. യാക്കോബ് ലാബാന്റെ മുഖത്തോട് നോക്കി. അവിടെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നെന്ന് പറഞ്ഞ പണ്ട് അന്ന് കഴുത്തിങ്കരെ വെച്ച് കണ്ടായിരുന്നല്ലോ ആദ്യമായിട്ട്. ഇപ്പൊ പിള്ളേര് വെള്ളം ആടിനെ കുടിപ്പിക്കാൻ പോയപ്പോ ചെറിയ പ്രശ്നം ഉണ്ടായി. യാക്കോബ് ഏറ്റു, പ്രശ്നം പരിഹരിച്ചു. പെങ്കച്ചങ്ങൾ ഓടി വന്ന് വീട്ടിൽ വന്നപ്പോ ഇന്നത്തെ നേരത്തെ വന്ന് അങ്ങനെ പ്രശ്നം ഒരു സഹോദരൻ പരിഹരിച്ചു. അങ്ങനെ ഉപദേശിക്കാന്ന് തോന്നുന്നു. ചോദിച്ചു ചർച്ചക്കോടാ മാസം അതൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പം പടുതിയൊക്കെ കണ്ടിട്ട് ഉപദേശിക്കാനോ അപ്പൊ അപ്പച്ചു ഉപദേശിനുള്ള ആളാണ്, അതൊന്നും അറിയാൻ പറ്റില്ല. എന്ന് ശുശ്രൂഷ പറഞ്ഞു ഞാനൊന്ന് പോയി കാണട്ടെ. ലാഭം വന്നപ്പം യാക്കോബ് അപ്പം കൈ കൊടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി ലാബാൻ യാക്കോബിനെ ചുംബിച്ചു. നല്ല പ്രസന്നവദനായിട്ട്. അപ്പൊ 10-20 കൊല്ലം മുമ്പ് കണ്ട ആ മുഖമല്ല ഇപ്പൊ കണ്ടത്. മുഖത്തിന് വ്യത്യാസം. അപ്പൊ യാക്കോബിന് മനസ്സിലായി അളിയന്മാരുടെ വർത്താനവും അമ്മായിയപ്പന്റെ മുഖവും ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്ന അത്ര പന്തിയല്ല. യാക്കോബ് ഭാര്യമാരെയെല്ലാം കൂട്ടി യാത്ര പുറപ്പെട്ടു. തന്റെ വീട്ടിലോട്ട് പോരുക. പക്ഷെ പ്രശ്നകലുഷിതമായ അന്തരീക്ഷമാണ്. ജ്യേഷ്ഠൻ കണ്ടാൽ കൊല്ലാൻ നിൽക്കുക. പക്ഷേ ഈ യാബൂക്ക് കടവിന്റെ തീരത്ത് വന്നു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ദൂതനുമായിട്ട് മല്ലി പിടിച്ചു. ഹോശിയ പ്രവചനം കൂടെ ചേർത്ത് പഠിച്ചാൽ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. യാക്കോബിനെ ദൈവം തൊട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞേ, യാക്കോബിനെ ആ ദൈവം തൊട്ടത്. പക്ഷെ പിറ്റേന്ന് അങ്ങനെ ചെന്നപ്പോൾ ഏശാവിന് വ്യത്യാസം.
ഏശാവ് ഓടി വന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബന ചെയ്ത് കഴുത്ത് വീണ് ചുംബന ചെയ്ത് രണ്ടുപേരും കരഞ്ഞു. ഞാനത് ഇങ്ങനെയാ പറഞ്ഞത്, യാക്കോബിനെ തൊട്ടാ മതി, ഏശാവിന് വ്യത്യാസം വരും. ദൈവം നമ്മളെ തൊട്ടാ മതി, നിന്റെ അടുത്തിരിക്കുന്നവന് വ്യത്യാസം വരും. നിന്റെ കുടുംബത്തെ തൊട്ടാ മതി, അയലത്തെ വീട്ടുകാർക്കും വ്യത്യാസം വരും. ഈ സഭയിലുള്ളവരെ തൊട്ടാ മതി, അടുത്ത സഭയ്ക്കും വ്യത്യാസം വരും. അത് നമ്മൾ നേരിപ്പിക്കണം, കർത്താവ് എന്നെ ഒന്ന് സ്പർശിക്കാൻ. സ്തോത്രം, സ്തോത്രം. അതെ, അപ്പോൾ നമുക്ക് മടങ്ങി വരാം. സഭയ്ക്കകത്ത് പക്ഷമൊന്നും പാടില്ല, ഗ്രൂപ്പിസം പാടില്ല, അത് തെറ്റാണ്. ഒരുവൻ അപ്പലോസിന്റെ പക്ഷം, ഒരുവൻ പൗലോസിന്റെ പക്ഷം, ഒരുവൻ കേഫാവിന്റെ പക്ഷം, ഇത് പാടില്ല. ചില ഇടങ്ങളിൽ ചെന്നാൽ മുഴുവൻ പക്ഷം പിടിപ്പിക്കുകയല്ലേ. പിണങ്ങരുത്, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. ചില ഇടങ്ങളിൽ ചെന്നാൽ അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, ലണ്ടൻ എല്ലാം കൂടെ ഒരു പക്ഷം, നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ വേറൊരു പക്ഷം, നാടൻ എല്ലാം കൂടെ ഒരു പക്ഷം. ഇതിനകത്തും പക്ഷം പിടിക്കുക. വേറെ ചില ഇടങ്ങളിൽ ചെന്നാൽ വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുന്നതെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ചില ഇടങ്ങളിൽ ചെന്നാൽ കാശുള്ളവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇടത്തരക്കാരുണ്ട്, അവർ വേറൊരു ഗ്രൂപ്പ്. ഇതൊന്നും ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. വിദ്യാനിപുണം കാണും, വിദ്യാവിഹീനം കാണും, പണ്ഡിതനും പാമരനും ചിലപ്പോൾ കാണും, കറുത്തവനും വെളുത്തവനും കാണും, കാശുള്ളവനും കാശില്ലാത്തവനും കാണും, ആ ഉന്നത കുടുംബത്തിൽപ്പെട്ടവൻ കാണും, താഴ്ന്ന മനുഷ്യരായതെല്ലാം വെച്ചിരിക്കുന്നത്. ആ താഴേക്കിടയിൽ പെട്ടവൻ കാണും, കഴിവുള്ളവൻ കാണും, കഴിവ് കുറഞ്ഞവൻ കാണും, മിടുക്കൻ കാണും, മിടുക്ക് കുറഞ്ഞവൻ കാണും. പക്ഷെ സഭയ്ക്കകത്ത് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് പക്ഷം പാടില്ല. നാമെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. Praise the Lord. പാടില്ല, അത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, ഒരു കാരണവശാലും ഗ്രൂപ്പിസം പാടില്ല, ഒരു സഭയ്ക്കകത്തും പാടില്ല. ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവനെ, ഗ്രൂപ്പിസം കളിക്കുന്നവനെ ദൈവം വിടുകയില്ല. എവിടെങ്കിലും വിട്ട് ദൈവം പിടിക്കും. സ്തോത്രം. ധാരാളം ചരിത്രങ്ങളുണ്ട്. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഒരു തെളിവ് വചനത്തിൽ നമ്മൾ വലിയ ഉടക്കുണ്ടായിരുന്നു. ദാവീദ് മരിച്ചു, ശൗലും മരിച്ചു. ആദ്യം ശൗല് മരിക്കുക. ഈ ശൗലിന്റെ മരണം നിങ്ങൾക്കറിയാം, ഒരു നല്ല മരണം അല്ല. എങ്ങനെയാ മരിച്ചേ? അമാലേക്കൻ. പക്ഷെ ഞങ്ങൾ ആരും അടക്കത്തിന് പോയില്ല. പോയവരാരും ഒന്നും തീർത്ത് ഇരുപ്പാനിട്ട് അങ്ങനെ തോന്നി. ശൗലിന്റെ മരണം ഒരു ദാരുണ മരണമാണ്. ശൗല് മരിച്ചപ്പോൾ ദാവീദ് പാട്ട് പാടിയല്ലോ. ആ പാട്ട് വിലാപകാവ്യം, ധനുർഗീതം അങ്ങനെ എഴുതിയിരിക്കുന്നത്. വായിച്ചേ, രണ്ടാം പുസ്തകം, ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വായിച്ചു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെ കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു.
അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലേ, ലാഭമായവർ ഗിരികളിൽ നിഹതന്മാരായി വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുത്. അവർ ധാരാളമുള്ള വാദ്യത്തിൽ ശൗലിന്റെ മരണത്തോട് ബന്ധപ്പെട്ട് ദാവീദ് പാടുന്ന വിലാപകാവ്യമാണ്. തുടങ്ങിക്കേ. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപകാവ്യം പാടിയത്. അവൻ യഹൂദ മക്കളെ ധനഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അത് പറയാ, ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോനികൾ ഘോഷിക്കരുത്, ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്, അഗ്നികർമ്മങ്ങളുടെ കന്യമാർ ഉല്ലസിക്കുകയുമരുത്. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ വഴിപാടുകളോ ഉണ്ടാകാതിരിക്കട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞ് ശൗലിന്റെ തൈലാഭിഷേകം ഇല്ലാത്ത പരിച. അപ്പോൾ ഈ പാട്ട് ഇത് തൽഗീതമാണ്, വിലാപകാവ്യം. അവരുടെ എഴുതി നിൽക്കുന്ന ചില പ്രയോഗം, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ശൗലിന്റെ മരണം. ശൗലായ ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവാ, ബെന്യാമീൻ ഗോത്രക്കാരനാ, നല്ല കുടുംബത്തിൽപ്പെട്ടവനാ. ഇസ്രായേലിലെ പുരുഷന്മാരെ എല്ലാം കൂടെ ഇറക്കി നിർത്തിയാൽ എല്ലാവരെക്കാൾ തോൽപ്പൊക്കമുള്ളവൻ. കളറുമുണ്ട്, പൊക്കവുമുണ്ട്, കഴിവുമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, കാശുമുണ്ട്. കാരണം കീശിന്റെ മകനാ, കാശുള്ളവനാ കീശിന്റെ മകനാ ശൗല്. അപ്പൊ കാശുണ്ട്, കഴിവുണ്ട്, നല്ല ഫിഗറാ. നമുക്കോ കാശുണ്ട്, കഴിവില്ല. കാശുള്ള ഒത്തിരി പേരുണ്ട്, ഒരു കഴിവും പ്രാർത്ഥിക്കാൻ പോലും പറയും. കാശ് കണ്ടവാനുണ്ടെന്നത് പണ്ട് കാശുള്ള അച്ചായൻ കാശില്ല ഇഷ്ടം പോലെ തവിക്ക് കൊടുത്തു. കൺവെൻഷൻ കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഓരോ പ്രോഗ്രാം കൊടുത്തു. അച്ചായൻ ഒരു പ്രോഗ്രാം ഇല്ല. അപ്പോഴേക്കും പുള്ളി ആ കാശ് മുഴുവൻ തന്നു. അപ്പൊ കമ്മിറ്റിക്കാരൻ വിളിച്ചു, അടുത്ത വർഷം പുള്ളി കാശുകാരൻ പുള്ളി എന്നെ എല്ലാവരും വീതിച്ചു പോയി. എല്ലാം ഇറങ്ങി ഉണ്ടാകാൻ പറ്റും. ഒരു കാര്യം ചെയ്യും, നീ ആശീർവാദമുണ്ട് ആറ് പുള്ളി കൊടുക്കണം. അതാകുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടും. ഒടുവിൽ യോഗം തീരാൻ പോവാ പറഞ്ഞു, അച്ഛൻ ആശീർവാദം പറയാം. പുള്ളി പറഞ്ഞു ആശീർവാദം. ഉടനെ പാസ് ചൊവ്വിന് ആശീർവാദം. പുള്ളിക്ക് കാശുണ്ടെന്ന് ചോദിച്ചത് എന്നാന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ശബരി അങ്ങനെയല്ല. കാശുമുണ്ട്, കഴിവുമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ടവനാ. എന്തുകൊണ്ട് നല്ല മിടിപിടിക്കാൻ. അപ്പൊ ഇസ്രായേലിലെ പുരുഷന്മാരെ ഇറക്കി നിർത്തിയാൽ എല്ലാവരെക്കാളും തോൽപ്പൊക്കമാണവൻ. എന്തോ കാണാൻ തന്നെ എന്തൊരു നോക്കി നിന്നു. പക്ഷേ ഈ മനുഷ്യന്റെ മരണം ധാരണ മരണം. ശൗല് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മുഴുവൻ നടുങ്ങി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചിരിക്കുന്നു. ശൗലിന്റെ മരണം കഴിഞ്ഞപ്പോൾ ഗിടുകിടാന്ന് നടുങ്ങി ഇസ്രായേൽ മുഴുവൻ. കാരണം വല്ലാത്ത മരണമാണ്. അതാണ് ദാവീദ് ചോദിക്കുന്നത്. അവൻ യഹൂദ മക്കളെ ധനഗീതം അഭ്യസിപ്പിക്കുവാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവൻ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി പട്ടുപോയത് എങ്ങനെ? ചോദിച്ചിട്ടാണ്. ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണോ? എങ്ങനെ? വല്ലാത്തൊരു മരണം. എന്നിട്ട് ദാവീദ് തുടർന്ന് പറയുക, ഗത്തിൽ പ്രസിദ്ധപ്പെടുത്തരുത്, അസ്കലോനീതികളിൽ ഘോഷിക്കരുത്, ഫെലിസ്ത്യപുത്രിമാർ സന്തോഷിക്കരുത്, അഗ്നികർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കുകയും അരുത്. ശൗലായി മരിച്ചത് ധാരണ മരണമാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞല്ലോ. ശൗൽ എങ്ങനെയാ മരിച്ചേ? ചിലരങ്ങനെയും ചിലരിങ്ങനെയും എന്ന് നിങ്ങൾ രണ്ടും കൂട്ടരും പറഞ്ഞത് ഓരോ പുസ്തകം വായിക്കുമ്പോൾ ശരിയാ.
രണ്ട് പുസ്തകം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 പഠിച്ചാൽ ആത്മഹത്യ ചെയ്തെന്ന് തോന്നും. വായിച്ച 31-1 മുതല്. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായിട്ട് വീണു. അടുത്തത് ഫെലിസ്ത്യർ ശൗലിനെയും അവന്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. അടുത്തത് ഫെലിസ്ത്യരായ ശൗലിന്റെ പുത്രന്മാരാകുന്ന യോനാനാൻ, അബീനാദാബ്, മെൽക്കീഷൂവ എന്നിവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. എന്നാൽ പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. അവൻ വില്ലാളികൾ അവന് തെറ്റിവെച്ചു. വില്ലാളികൾ അവൻ വിഷമത്തിലായി. ശവൻ തന്നെ ആയുധവാഹകനോട്, ഈ അഗ്രഹങ്ങൾ വന്ന് എന്നെ കുത്തിക്കളയെ അപമാനിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുകാരനെ പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടത് കൊണ്ട് അവൻ മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശവൻ ഒരു വാൾ പിടിച്ച് അതിന്റെ വീണു. അടുത്തത് ശവൻ മരിച്ചു എന്ന് അവന്റെ ആയുധവാൻ കണ്ടപ്പോൾ താനും പോയി. അവൻ ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 പഠിക്കുമ്പോൾ ശൗല് വാളിൽ വീണ് മരിച്ചതാണെന്ന് തോന്നും. അങ്ങനല്ലേ? ശൗല് വാൾ പിടിച്ച് വായിക്കാൻ അപ്പൊ ഈ ഭാഗം പഠിക്കുമ്പോ ശൗല് എങ്ങനെ മരിച്ചെന്നാ? വാളിന്മേൽ വീണ് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ശൗലിന് വാൾ പിടിച്ച് അതിന്റെ വീണു. മരിച്ചത് അങ്ങനെയാ? ഞാൻ കുട്ടനാടൻ ഭാഷ പറയാം. നിങ്ങളെല്ലാം ഞാൻ നടപോലെ കുഞ്ഞു കിടന്ന ഞാൻ അവരോട് പറഞ്ഞു എല്ലാം കണ്ടോ? ശൗലിന് വാൾ പിടിച്ച് അതിന്മേൽ വീണു. ഫുൾ സ്റ്റോപ്പ്. കുത്തില്ലേ? അടുത്ത സെന്റൻസ് ആണ് ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടു. അപ്പൊ ഇവൻ വീണതിനും മറ്റവൻ കണ്ടതിനും ഇടയ്ക്കൊരു സംഭവം നടന്നു. അതിനാ കുത്തിട്ടേക്കുന്നത്. കുഞ്ഞിനെ ഒന്നെങ്കിൽ പാല് കൊടുക്കുക, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഞാൻ അത് കൊടുക്കുക. ചൂടടിച്ചാകാൻ സാധ്യതയാണ് AC കൊണ്ട്. അപ്പോൾ അത് പരിജ്ഞാനത്തോടെ ചെയ്താണ്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞു നോർത്ത് പിണങ്ങരുത്, വരാതിരിക്കരുത്, കൊച്ചിനെ ഞുള്ളരുത്. ഈ കൊച്ചു പറഞ്ഞ എനിക്കൊരു ഓത്തിന് ഒന്നും ചെയ്യരുത്. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ശൗല് വാൾ പിടിച്ച് അതിന്റെ വീണു. ശൗൽ മരിച്ചു വന്ന ആയുധവാഹകൻ കണ്ടു. ഇവൻ കണ്ടതിനും ഇവൻ വീണതിനും ഇടയ്ക്ക് സംഭവം. വായിച്ചേ ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-1 മുതൽ വായിച്ചേ. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ച് മടങ്ങി വന്ന് 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂടിയെല്ലാം മാറിയിട്ട് ശൗലിന്റെ വാളയിൽ നിന്ന് ഓടി ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണമെന്ന് നമസ്കരിച്ചെടുത്തത്. ദാവീദിനോട് നീ എവിടുന്ന് വരുന്നത് ചോദിച്ചാൽ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോയാന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത് ദാവീദ് അവരുടെ കാര്യം എന്തായെന്ന് ചോദിച്ചതിന് ജനപടയിൽ തോറ്റുപോയി അനേക പടയിൽ പെട്ടുപോയി. ശൗല് മകൻ യോനാഥാനും പടയിൽ പെട്ടുപോയി ഉത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടെന്ന ബാലക്കാരോട് ദാവീദ് ശൗല് മകൻ യോനാഥാനും പടയിൽ പെട്ടുപോയത് നീ എങ്ങനെ അറിവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടെന്ന ബാലക്കാരൻ ദാവീദിനോട് ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തെ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയിൽ തുടർ നടക്കുന്നത് കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചാൽ ഞാൻ അമാലേക് എന്ന് പറഞ്ഞു. നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം. എന്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അടുത്തത് എന്നെ വായനക്കൊരു അതോ
കൊല്ലുന്ന വിഷയമായതുകൊണ്ടാണോ? അതെ, ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ഈ ശമൂവേലിന്റെ 1-ാം പുസ്തകം 31 പഠിച്ചാൽ ആത്മഹത്യ ചെയ്തതാന്ന് തോന്നും. ശരിയാ, ആത്മഹത്യ ചെയ്യാൻ ആയുധം കയറ്റി ജീവൻ പോയില്ല. ജീവൻ പോകാൻ ഇങ്ങനെ പരിഭ്രമം പിടിച്ചു കിടക്കുക. അതിന്റെ കാരണം പറയാം, ഇവൻ ദാവീദിനെ ഒത്തിരി പരിഭ്രമം പിടിപ്പിച്ചതാണ്. ദാവീദിനെ കണ്ടമാനം ദാവീദൊന്നും എതിർത്തില്ല, മറുപടി പറയാൻ പോയില്ല. ഉടകൊണ്ടാക അവിടെ പാലിക്കുന്നത് ദാവീദ് അന്നാലും എല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു മാറുക. എന്നെ കളിക്കുന്ന ദൈവങ്ങളോട് പറയാം, നിന്നെ ഉപദ്രവിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും അപമാനിക്കുന്നവരും പരിഭ്രമം പിടിപ്പിക്കുന്നവരും കാണും. മറുപടിക്കൊന്നും പോകണ്ട, എതിർക്കാനും പോകരുത്, വിശദീകരണത്തിനും പോകണ്ട, ഉടക്കാനും പോകണ്ട, കേസിനും പോകണ്ട, വക്കീലും കാണണ്ട, മുട്ടാലിരിക്കണം. നീതിയോടെ വിളിക്കുന്നവർ സ്വർഗത്തിലുണ്ട്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. അയ്യോ പറഞ്ഞു ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിൽ എന്റെ യാതൊരു ഉയരത്തിലിരിക്കുക. നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദിനെ ഒത്തിരി പരിഭ്രമം പിടിപ്പിച്ചതാ. എപ്പോ കണ്ടാലും പുള്ളി കുത്തും. കുന്തം കയ്യിലെപ്പോഴും എപ്പോഴും കുന്തവാ. നിങ്ങൾ ആ ഭാഗം വാക്യങ്ങളെല്ലാം എടുക്കുന്നത് നിങ്ങൾക്കറിയാം. ശൗലിന്റെ കയ്യിൽ എന്തുവാ? കുന്തം. ദാവീദിന്റെ കയ്യിലോ? ശൗല് കുന്തം എടുത്ത് എപ്പോഴും കുത്തുമ്പം ദാവീദ് അപ്പുറമായിരുന്നു കിന്നരം എടുത്ത് കൂടിയ നാദത്തിൽ ദൈവത്തെ ഗുണപ്പെട്ടവനും ഗുണപ്പെടാത്തവനും തമ്മിലുള്ള വ്യത്യാസമില്ല. ഗുണപ്പെടാത്തവന് എപ്പോഴും കുത്തും, ആരെ കണ്ടാലും കുത്തും, ആരെ കണ്ടാലും ഇവൻ കുത്തും. ഒത്തിരി ബുദ്ധിയതെല്ലാം ഭിത്തിയിലെ. ശൗലിന്റെ അരമനയ്ക്ക് മുഴുവൻ തോളായ ഭിത്തിക്ക്. ഒത്തിരി ബുദ്ധിയതല്ലേ. അന്നേരം എല്ലാം ദാവീദ് അങ്ങ് വേണമെങ്കിൽ ദാവീദ് പിടിച്ചു ഒരു ഒറ്റ കുത്തിയില്ല. ദാവീദിനെ പോലെ ദാവീദ് പറഞ്ഞ അവന്റെ കൈകളിൽ പോരിനായിട്ട് വിരലുകളെ യുദ്ധത്തിനായിട്ട് എന്തോ ഉന്നമാണെന്നറിയോ ദാവീദിന്. ആ കല്ലെടുത്ത് കവണ വെച്ച് ഒറ്റ ഏറ് അന്നേരം തവണ വീണതാണ്. നല്ല ഉന്നമം. 5 കല്ലുണ്ടായിരുന്നു, ഒറ്റ കല്ലേ എടുത്തുള്ളൂ. നമ്മൾ ഒല്ലോട് കല്ലെടുത്ത് എറിഞ്ഞാൽ പോലെ അടുത്ത ആഴ്ച നമുക്ക് കമ്മിറ്റി കൂടി ഒല്ലോട് കല്ലൂടെ അത് കൃപയിൽ നിന്നേച്ച് സഞ്ചിക്കകത്ത് കൈയിട്ടൊരു കല്ലെടുത്ത് കവണയെ വെച്ചു വീശി അവന്റെ തിരുനെറ്റി ഉന്നം അങ്ങോട്ട് പിടിച്ചു. ഉന്നം പിടിച്ചെടുത്ത് തന്നെ അങ്ങോട്ട് അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അവന് നെറ്റിക്കിട്ട് ഉന്നം പിടിച്ചു. കൃപയെന്ന് പറഞ്ഞ ഒറ്റ സൂട്ടൻ കല്ലിൽ തിരുനെറ്റിക്ക് നമ്മള് നെറ്റിക്കിട്ട് ഉന്നം പിടിച്ച മുട്ടാരാക്കിക്കൊള്ളുന്നത്. അവസാനം അവൻ ആ കല്ലെടുത്ത് നമുക്കിട്ട് പോലെ നമ്മളെ പിന്നെ 3 ആഴ്ച യോഗത്തിന് വെച്ചില്ല. എന്നാ വ്യത്യാസ നീ ദോത്രം പറയാതെ മമ്മി ഇരുന്ന് 6-ാം നോക്കി വ്യാഴ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നല്ല ഉന്നവളയാണ് ആ ദാവീദ്. മിടുക്കന വേണമെങ്കിൽ ആ കുന്തം പിടിച്ചു മേടിച്ച് ഒരു കുത്തു കുത്തിയാൽ സൂക്ഷം അപ്പറയാണ്. ദാവീദ് ചെയ്തില്ല. ദാവീദിന്റെ കൂടെയുള്ള വീരന്മാർ അതിലും മിടുക്കന്മാരെ സിംഹമുഖന്മാരാണെന്ന വീരന്മാര് വായിച്ച് 12:1 ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12:1 പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ ചിലര് വചനം ആസ്വദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ആ പോയിന്റ് ആയിട്ട് അങ്ങ് പോവുകയുള്ളൂ. ദൈവത്തിന് മഹത്വം. വായിക്കല്ലേ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യമാണ്. കീശിന്റെ മകനാകുന്ന യൗവനം നിറഞ്ഞ ദാവീദ് ഒളിച്ചു പാർക്കുമ്പോൾ സിക്ലാഗിൽ അവരുടെ അടുക്കൽ ചെന്നവരാണിത്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്തത് അവർ വില്ലാളികളും വലങ്കൈ കൊണ്ടും ഇടങ്കൈ കൊണ്ടും കല്ലെറിയുവാനും കൂടെയുള്ള ആൾക്കാരുടെ ഇടങ്കൈ കൊണ്ടും മലങ്കൈ കൊണ്ടും കല്ലെറിയും. അത്രയ്ക്ക് മിടുക്കന്മാരാ കൂടെയുള്ളത്.
8 വാക്യത്തിൽ വായിക്കുന്ന സിംഹമുഖന്മാരെ വായിച്ചേ. വായിക്കേ. നിന്നുള്ള യെരോഹാമിന്റെ പുത്രന്മാരായ യോവേലോ സെബദ്യാവ് പരിചയം കുന്തമെടുപ്പാൻ പ്രാപ്തിയുള്ള വീരന്മാർ യാതൊരു മൃഗത്തിൽ അവന്റെ അടുക്ക വന്നു. അടുത്ത വാക്യം അവർ സിംഹമുഖന്മാരെന്നാ മതി. അപ്പൊ കൂടുതലുള്ള ആൾക്കാർ സിംഹമുഖന്മാർ. കണ്ടാൽ പേടിക്കും. ഇടങ്ങയ്ക്കും വലങ്ങയ്ക്കും തല്ലെറിയും. ഭയങ്കര വീരന്മാരാണ് കൂടെയുള്ളവര്. കൂടെയുള്ളവരാണ്. പിന്നെ പുള്ളിയുടെ കാര്യം പറയണം. സ്തോത്രം. ഒരു വീരനെ കൈ തളർന്ന് വാളോട് പറ്റി പോകുമ്പോൾ നിന്ന് വെട്ടി 300 എണ്ണത്തെ കൈ തളർന്ന് വാളോട് പറ്റി പോകുമ്പോൾ നിന്ന് കിട്ടി. ബോധം പോയി വെച്ചു പേരിച്ചനെ 300 എണ്ണത്തിന്. എന്നിട്ട് നമ്മൾ ഇനിയും വലിയൊരു കൊണ്ടോടാ, ഇനി ഞാൻ വെട്ടി വെക്കാൻ പോകുള്ളൂ. അത്ര മിടുക്കന്മാർ. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, എനിക്ക് ബേത്ലഹേം കിണറ്റിലെ വെള്ളം കുടിക്കണമെന്ന്. ബേത്ലഹേം കിണറ്റിലെ വെള്ളം പിതാക്കന്മാരുടെ അവകാശതലമല്ലേ. അന്ന് ഫെലിസ്ത്യന്റെ കാവൽപ്പട്ടാണ് അവിടെ കിടക്കുന്നത്. കാവൽപ്പട്ടാണ്. അവര് വെച്ചേക്ക് പോകും. അവൻ 2 വീരന്മാര് പറഞ്ഞു, ഞങ്ങൾ പോയി കൊണ്ടുവരാം. അവന്മാരെ കാവൽപ്പട്ടാളത്തിന്റെ ഇടയിൽ കൂടെ ചെന്ന് ബേത്ലഹേം കിണറ്റിലെ വെള്ളം കോരിക്കൊണ്ട് തിരിച്ച് അതിലേ കൂടെ കൊണ്ടുവന്ന് ദാവീദിനോട് കൊടുത്തിട്ട് അച്ഛൻ കുടിക്കാൻ പറഞ്ഞു. കുടിച്ചില്ല. അതൊക്കെ മിടുക്കന്മാരാ. അല്ല, കാലുകൊണ്ട് കാണുമ്പോ കട്ടിലടി കയറുകയല്ല. പത്രം പറയുമ്പോൾ പത്രം പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ മിടുക്കന്മാർ. ദാവീദ് അതിനും മിടുക്കന്മാർ. അതിന് ദാവീദ് പണ്ട് പ്രശ്നം ഉണ്ടായപ്പം ഈ ഹൂശായി പറഞ്ഞല്ലോ അബ്ശാലോമിനോട്, നിന്റെ അപ്പം മിടുക്കനാന്ന് പറഞ്ഞു. നീ നമ്മളെ കൊമ്പ് കൊടുക്കരുത് അപ്പനോട്. നിന്റെ അപ്പനെ പറ്റി നിനക്കറിയത്തില്ല, എനിക്കറിയാം. ഹൂശായി വായിച്ചേ 19:5 അല്ലേ? 17:5 ശമൂവേലിന്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കരുത്. താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടത്ത് വെച്ചത് മേളിൽ വായിക്കേ. എന്നാൽ അബ്ശാലോം ഹൂശായിയെ വിളിച്ച് അവന്റെ അഭിപ്രായം കൂടെ ചോദിക്കാന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിന്റെ അടുത്ത് വന്നപ്പോൾ അബ്ശാലോം ഹൂശായിയോട്, ദാവീദ് ഇന്ന പ്രകാരം എല്ലാം പറഞ്ഞു, അതുപോലെ ചെയ്യണോ? അഹീതോഫേൽ ഇന്ന പ്രകാരം എല്ലാം പറഞ്ഞു, അതുപോലെ ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഹൂശായി എന്നാ പറഞ്ഞേ? ഹൂശായി അബ്ശാലോമിനോട്, അയ്യോ, അഹീതോഫേൽ ഇപ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവന്റെ ആളുകളും കണ്ടോ? നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാണ്. ചുമ്മാ ലൊട്ടാലൊടുക്കൊന്നും അല്ല. നീമാരെ കൊമ്പ് പറഞ്ഞത്. നിനക്ക് അപ്പനെ പറ്റി അറിയത്തില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ അപ്പനാരാണ്. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാര്. കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസന്മാരുമായിരുന്നു. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അടുത്തത്, അവൻ ജനത്തോടും കൂടെ ലാഭാർക്കില്ല. അവനിപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തും ആയിരിക്കും. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ഇവര് ചിലർ പട്ടുപോയാൽ അബ്ശാലോമിന്റെ പക്ഷക്കാരി മഹാസംഹാരമുണ്ടെന്ന് അറിയും. അപ്പോൾ സിംഹഹൃദയമുള്ള ശൂരനും കൂടി അശേഷം മറപ്പിനൊന്നും പോകരുതെന്നാണ് പറഞ്ഞത്. നീ വളരെ സൂക്ഷിക്കണം. നിന്റെ അപ്പനും അവന്റെ ആളുകളും വീരന്മാരാണ്. കാട്ടിൽ കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ ഉഗ്രമാനസന. കാട്ടിൽ കരടിയുടെ കുട്ടി കവർന്നു പോയാൽ കരടി ഒരെണ്ണത്തിന് വിടുകയില്ല. ഹോശിയ പ്രവചനത്തിൽ വാക്യം കിടക്കുന്നത്, വരുന്നവനെ പിടിച്ച് ഹൃദയത്തിന്റെ നെയ്വല വീഴും. അതാ കാട്ടിൽ കരടിയുടെ കുട്ടി നഷ്ടപ്പെട്ടാൽ ഉറക്കം വച്ച്, കരടിയുടെ കുട്ടിയെ നഷ്ടപ്പെട്ടു പോയാൽ കരടി ഉറക്കം വച്ചിരിക്കും. ഒറ്റ ഒരുത്തനെ അതിലെ വരുന്ന ഒറ്റ ഒരുത്തനെ വിടുകയില്ല, കയറി പിടിക്കും. കുറെ കൂടെ അവനെ പിടിച്ചേച്ച് അവനെ പറിച്ചു കയറി അവന്റെ ഹൃദയത്തിന്റെ നെയ്വല. അങ്ങനെ പുസ്തകത്തിൽ വായിച്ചു. ഞാൻ റെഫറൻസ് പറഞ്ഞ് എടുത്തവരെന്ന് വായിച്ചു. എല്ലാ വാക്കും ചിലപ്പോൾ തിട്ടം പിടിക്കരുത്. എടുത്തവർ ഹൃദയത്തിന്റെ നെയ്വല കീറുക. ആദ്യം വായിക്കുന്നവർക്ക് ഞാനൊരു സമ്മാനമുണ്ട്. ഹൃദയത്തിന്റെ നെയ്വല കീറുക. ഞാൻ റെഫറൻസ് ഒന്ന് പറഞ്ഞു. കുട്ടികൾ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് 13:8 വായിച്ചു. എതിരിട്ട് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കും. കുട്ടികൾ കവർന്നു പോയ കുട്ടികൾ
പോയിപ്പോയ കരടിയെ പോലെ ആ. ഞാൻ അവരെ എതിരിട്ട് ആ. അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും. നെയ്വല കിട്ടും. അതാ കരടിയുടെ പലത്. അപ്പൊ ഇത് വെച്ച ദാവീദിന്റെ കാര്യം ഹൂശായി അബ്ശാലോട് പറഞ്ഞു, നീ ഉമ്മാക്ക് കൊമ്പ് കോർക്കരുത്, നിന്റെ അപ്പം വെളിവെടുക്കാൻ അവൻ കാട്ടിൽ കുട്ടി നഷ്ടപ്പെട്ട കണ്ടയെ പോലെ ഉഗ്രമാനതനാണ്. പരുവത്തിന് കൈ കിട്ടിയാൽ നിന്നെ അന്നേരം തീർക്കും. അങ്ങനെ കഴിവുള്ള ആളാ ദാവീദ്. പക്ഷേ ശൗല് കുന്തവുമായിട്ട് വന്നിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒഴിഞ്ഞു മാറുക മാത്രമല്ല, ഒരിക്കൽ ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ ശൗല് കാൽമടക്കത്തിന് അങ്ങോട്ട് കയറി വരിക. ശൗല് പറഞ്ഞ ആൾക്കാർ കാൽമടക്കത്തിന് കയറി. അപ്പൊ ദാവീദും ആൾക്കാരും ഗുഹയ്ക്കകത്തിരിക്കുക. അബീശായി ഉണ്ട്, യോവാബുണ്ട്, അസാഹേല്, അവര് പെങ്ങന്മാരുടെ പിള്ളേരാണ്. അസാഹേല് ശീഘ്രകാമി, കാട്ടുകലയെ പോലെ ശീഘ്രകാമിയാണ്, മിടുമിടുക്കനാണ്. പെങ്ങന്മാരുടെ പിള്ളേരാണ്, അനന്തരവന്മാരാണ്. അപ്പൊ അകത്ത് ഗുഹയ്ക്കകത്തിരുന്നപ്പോൾ ശൗല് കാൽമടക്കത്തിന് കയറി വരുന്നു. അപ്പോൾ അബീശായി യോവാബൊക്കെ പറഞ്ഞു, അജാ നിന്റെ ശത്രുവിനെ ദൈവം കൊണ്ടുവരിക, തട്ടിയേക്കാൻ പറഞ്ഞു. ദൂത് പറയാൻ പോലെ പറഞ്ഞു. നമ്മുടെ അടുത്ത് പറയും കറക്റ്റ് ദൂതാ, ഇതുപോലെ ആരും എന്നോട് ഒരേ രണ്ട് വീട്ടിലും വിളക്കും കൂടെ ഇത് പറഞ്ഞു തൊട്ട് പോകരുതെന്ന് പറഞ്ഞു. അഭിഷിക്തനാണ്, അതൊരു കൊമ്പ് കൊടുക്കരുത്, പൊട്ടത്തര വന്ന് നീയൊന്നും പറയരുത്. അഭിഷിക്തനാണ്. സത്യം പറഞ്ഞ അഭിഷേകമൊന്നുമില്ല, നഷ്ടപ്പെട്ടതാണ്. അഭിഷേകം എല്ലാം പോയിട്ട് കൊള്ളി ഇപ്പം ഒരേ പതേ ചാടി എല്ലാവരും ആരാധിക്കുമ്പോൾ ഇത് സൈഡിൽ കൂടി ഇങ്ങനെ നൊര വരും. പിന്നെ ദാവീദ് കിന്നരം വായിക്കുമ്പോൾ തിരുമേനിക്ക് അല്പം ആശ്വാസം. അതാ ചെല്ലു പറഞ്ഞു, ഇന്നത്തെ പകരത്തെ കഴിഞ്ഞപ്പോൾ ഒരല്പം ആശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ദാവീദ് പറഞ്ഞു തുടരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാണ്, കൈവക്കരുത്. സ്തോത്രം. ഇത്രയും കഴിവുള്ള മിടുമിടുന്ന ദാവീദ്. അതെ, ഇതുപോലെ ഒരു വീരനും യോദ്ധാവും വേറെ ഇല്ല. പക്ഷേ ശൗല് കുന്തവുമായിട്ട് കുത്താമെന്നപ്പോ അവിടെ എല്ലാം ഒഴിഞ്ഞു. നിനക്കത്തെ ആത്മീയ പാഠം, നീ ഒഴിഞ്ഞു മാറുക, എതിർക്കരുത്, ഉടനുണ്ടാക്കാൻ പോകരുത്, കേസിന് കോടതിക്ക് വന്ന് പോകരുത്. ചിലപ്പോ ആൾക്കാർ പറയും പേടിച്ചു, മണ്ടന, പേടിച്ചു, പൊട്ടന, അയ്യോ തോറ്റ്, അതൊക്കെ അങ്ങനെ. സ്തോത്രം. എല്ലാവരും പറഞ്ഞതാണ് അവന് വെറുതെ വിടരുത്. അച്ഛനൊന്നും ചെയ്തില്ല, പിന്നെ ഇവനെന്തിനാ കൂടെ കൂടെ അച്ഛനെ കുത്തുന്ന. കഴിഞ്ഞ ആഴ്ച ഒരു കുത്തിയായിരുന്നല്ലോ, അതൊന്നും കുത്തിയായിരുന്നു. അന്ന് ഞങ്ങൾ കണ്ട അച്ഛൻ ഒഴിഞ്ഞു മാറുന്നത്. ഈ ആഴ്ച അവൻ സൂക്ഷം കുത്തി. ഇതിപ്പോ പല പ്രാവശ്യമായി അച്ഛൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ആദ്യം വരുമ്പോൾ നിന്നെ കരപിക്കാൻ വരുന്നില്ല, നിന്നെ വെട്ടിനാട്ടാക്കാൻ വരുന്നതാണ്. എന്നാലും കൃപയുള്ള അഭിഷിക്ത പറയണം, മിണ്ടരുത്. വ്യവഹാരം ദൈവത്തിൻ്റെതാണ്, വ്യവഹാരം ദൈവത്തിൻ്റെതാണ്. നിന്റെ വിഷയം ദൈവം തീർത്തു തരും. ദൈവകരങ്ങളിലോട്ട് വിഷയം കൊടുത്താൽ സ്വർഗത്തിലേക്ക് നിന്റെ വിഷയം ഏൽപ്പിക്കുക. നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്നെ പുലർത്തുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ആരാധനയായി കിടക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ വിഷയം പരിഹരിക്കുന്നൊരു ദൈവമുണ്ട്, നിന്നോട് ഇടപെടുന്നൊരു ദൈവമുണ്ട്. നീ കൃഷിക്ക് പോകുന്ന ദൈവം അനുവദിക്കത്തില്ല. ദൈവം
വെളിച്ചത്തിൽ ശുദ്ധനായി കാക്കണേ എന്നെ വെളിച്ചത്തിൽ ശുദ്ധനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവളെ എന്നെ വരവിനു താമസമേറെയാകുമോ വരവിനു താമസമേറെയോ സദാകാലം ഈ മകത്തിൽ ഒരുങ്ങുന്ന മണ്ണവാദിയായി ശോഭിപ്പാൻ തിരഞ്ഞെടുത്ത ഓർക്കുവാഴ്ത്തുന്നേ എന്നെ തിരഞ്ഞെടുത്തതു ഓർക്കുവാഴ്ത്തുന്നേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവളെ എന്നെ വരളിനു താമസമേറെയാകുമോ വരളിനു താമസമേറെയോ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വിജയമെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കും. Praise the Lord. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. പറഞ്ഞു വന്നത് പക്ഷം പിടിക്കരുതെന്ന് വിഷയം തെളിയിക്കാനായി ഇങ്ങനെ വന്നത്. നിങ്ങളൊക്കെ പുള്ളി കാട് കയറി പോകുന്നതാണ് പോകുന്നത്. ഇല്ലില്ല, എനിക്ക് നല്ല ബോധമുണ്ട്. ആ വിഷയത്തിലേക്ക് ഒരു സ്തോത്രം. ഈ പോയിന്റ് പറയുന്നതിൽ കുറച്ചുകൂടെ വിവേചിച്ച് സംസാരിക്കുന്നതല്ലേ സ്തോത്രം. വചനത്തിൽ കൂടെയുള്ള വിടുതല ഭയങ്കര വിടുതൽ. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നടക്കുന്ന വിടുതല ഭയങ്കര വിടുതൽ. അത് വേഗത്തിൽ ഓടുന്ന വചനമാണ്. നാം എടുക്കുന്ന വചനം ഈ വചനത്തിന്റെ വീട്ടിൽ നിന്ന് ചെറിയതായിരിക്കും. നിന്റെ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വചനം ചെല്ലും. അവിടെ നീ വചനം ചെറിയതായിരിക്കുമെന്ന് എന്റെ വായിൽ പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എടുക്കാൻ വരത്തില്ല. ഞാൻ അകത്ത കാര്യം സാധിപ്പിക്കും. ഇഷ്ടമുള്ളതെല്ലാം അപ്പൊ ശൗല് മരിച്ചു. ആ ഭാഗം ഒന്ന് വിടുക. ശൗല് മരിച്ചു കഴിഞ്ഞപ്പം ഈ ശൗലിന്റെ സേനാപതി അബ്നേര, നേരിന്റെ മകൻ അബ്നേര്, കസിന, ഫസ്റ്റ് കസിന. ദാവീദിന്റെ പട്ടാളത്തിന്റെ പ്രമാണിത്വം വഹിക്കുന്ന ആള് യോവാബ് അനന്തരവൻ. അപ്പോഴെ ഫസ്റ്റ് കസിനും ഇപ്പോഴെ അനന്തരവൻ. ഇപ്പൊ ചില സമയമൊക്കെ അങ്ങനെ വിളിയില്ലാത്ത മോനാണെങ്കിലും അവനെ അങ്ങ് ഏൽപ്പിക്കുക. അവനെ ദൈവം വിളിച്ചു ഒന്നുമല്ല. അവന് എന്നാന്ന് പോലും മത്തങ്ങാന്നോ വെള്ളരിക്കാന്നോ ചക്കന്നാ പൂക്കന്നാന്ന് അവന് അറിയാമല്ല. എന്നാലും അവനെ അങ്ങ് ഏൽപ്പിക്കുക. അതോടത് മുടിയും. വിളികളവനെ ഏൽപ്പിക്കണം. ഇത് മക്കത്തായോ മരുമക്കത്തായോ അല്ല ശുശ്രൂഷ. അഭിഷേകമുള്ളവനെ ഏൽപ്പിക്കണം. മോശം ഒരു കാര്യം പിടികിട്ടില്ല. ശോഭനെ ഏൽപ്പിച്ച ഈ യാത്ര മുമ്പോട്ട് പോവുകയല്ല. ശരിയാകില്ല. മോശ മരിക്കുന്നതിന് മുന്നേ മോശം യോശുവയെ വിളിച്ചു വരാം. സ്തോത്രം. ഞാൻ ദൈവസന്നിധി ചേർക്കപ്പെടാൻ പോവുക. നീ വേണം ജനത്തെ കൊണ്ടുപോകാൻ. വേണം. രണ്ടാം പിള്ളേര് തട്ടിപ്പോയി. അന്യാത്തിനെ കത്തിച്ചു. കോടി 2 ഉണ്ടല്ലോ. മനസ്സ് പറഞ്ഞു നേതൃത്വത്തിൽ വരേണ്ടത് നിങ്ങളെ ശുശ്രൂഷ ചെയ്താണ്. വീടിന് ഓരോരുത്തരും ഏൽപ്പിച്ച കാര്യം ചെയ്യണം. ഈ കയറി കൊണ്ട് അളിയ വഴക്കുണ്ടോന്ന് ചോദിക്കരുത്. മനസ്സിലായി? ഓരോരുത്തരും ഏൽപ്പിച്ച കാര്യം അത് നന്നായിട്ട് ചെയ്തേ വിജയിക്കും. സ്തോത്രം. അതെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. ശൗല് മരിച്ചു. നേതൃത്വം നേരിന്റെ മകൻ അബ്നേര്. ഇപ്പോഴേ യോവാബ്. ഇവിടെ അനന്തരവനും അപ്പോഴെ ഫസ്റ്റ് കാസ്റ്റും. ഇവർക്ക് 2 പേർക്കും വേറെ വെച്ച് പറഞ്ഞ വലിയ വെളിക്കൊന്നും കഴിവൊക്കെ ഉണ്ട്, മിടുക്കന്മാരാ. പക്ഷെ ഈ വിഷയത്തിൽ
വെളിവില്ല. ഒരു മരിച്ചപ്പോൾ ഇമാർ രണ്ടുകൂടെ ഉപയോഗം കുളത്തിന്റെ അവിടെ വന്നു. അവിടെ കുളം. അപ്പൊ കുളത്തിന്റെ അപ്പുറം ഒരു പാനൽ, ഇപ്പറേ വേറൊരു പാനൽ. അപ്പൊ അപ്പുറത്തെ പാനലിന്റെ നേതാവാ യോവ, ഇപ്പുറത്തെ പാനലിന്റെ നേതാവാ അഭിനയ്. ഇപ്പൊ പാനലുകാരൻ രണ്ടുപേർക്ക് എന്തുകൊണ്ട് വിശേഷം? ശൗര്യ മരിച്ചു കഴിഞ്ഞാലുണ്ട് അന്തരീക്ഷം. ഇങ്ങനെ അതിൻ്റെതായ ചില ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അപ്പോൾ ദാവീദ് പ്രേമമുണ്ട്. പുള്ളി ഇപ്പം സങ്കീർത്തനമൊക്കെ എഴുതുന്നുണ്ടോ? പ്രത്യേക യോഗത്തിന് വിളിച്ചാ പുള്ളി അപ്പൊ ഈ യോവാവും അഭിനയനും കൂടെ പറഞ്ഞൊരു കാര്യം ഇപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ വർക്കൊക്കെ? പഴയതുപോലെ അങ്ങനെ വലിയ പ്രവർത്തനമൊന്നും ഇല്ല. സൺഡേ മീറ്റിംഗ് ഉണ്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം സൺഡേ വരും. പിന്നെ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പറയാറ്. അത് ശ്വാസം വിടാത്തത് അല്ലെങ്കിൽ തോത്രം പറയാത്തവരാണ്. ഒരു വശം പൊട്ടി ഒരു തമ്പ് അത് ഉപദേശിച്ച് കമ്പ് ഇട്ടേക്ക് അടിക്കാം. നീ എത്തില്ല, ഈ തമ്പ കത്താൻ പോകുന്നുമില്ല, ഇങ്ങനോട്ട് ചെയ്യില്ല. പിന്നെ കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. അതിന് എല്ലാവരും താമസിച്ചാൽ അത് ആശീർവാദം പറഞ്ഞ ഉടനെ പോവുകയില്ല. പക്ഷെ സഹായത്തിന് ആശീർവാദം പറയുന്നതിന് മുന്നേ അവിടെ ഒന്നേ കണ്ണ് കാണിക്കില്ല. നേരത്തെ ധാരണ വരും. ഒഴിവത്തെ പാട്ട് പാടുന്ന സൂസമ്മ ഇറങ്ങിക്കോണം ഞാൻ. പക്ഷെ കോട്ടയം മീറ്റിംഗിന് ആശീർവാദം പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചവിട്ടി എന്നാ ചേവർക്ക് പിടികിട്ടിക്കാം. സഹായത്തിനൊക്കെ താമസിച്ചപ്പോ നമ്മൾ നോട്ടിട്ട് തന്നെ വരാൻ ഭാഷ ഇറങ്ങിയപ്പോ അങ്ങ് താമസിച്ചു. അതുകൊണ്ടാണ് പിന്നെ മോശമില്ലയോ. പക്ഷെ കോട്ടയം മീറ്റിങ്ങിന് കണ്ടമാനം താമസിച്ചാലും അപ്പൊ ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ അന്തരീക്ഷം? എനിക്ക് പോകും. അപ്പൊ യോവാവും അഭിനയനും കൂടെ സമ്മാനിച്ചു പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ ടൈം ഒത്തിരി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ നമുക്ക് പഴയപോലെ പ്രവർത്തനമൊന്നും അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ടൈമാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞു, എല്ലായിടത്തും അല്ല കേട്ടോ, ചിലയിടത്ത് ഉപദേശമാര് ഫ്രീയാണ്. ആ 3 യോഗം ഉള്ളു. വെള്ളി, കോട്ടയം മീറ്റിംഗ്, സഭായോഗം. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ. ചിലയിടങ്ങളിൽ എല്ലാം കൂടെ ഒരു 10 മണിക്കൂറത്തെ 10 ഉണ്ടോ എന്നുള്ളത് തന്നെ. വെള്ളിയാഴ്ച ഒരു 3 മണിക്കൂർ എടുത്തു. സഭായത്തിലൊരു 3 6. കോട്ടയം മീറ്റിംഗ് 6 എല്ലാം കഴിയുമ്പോൾ കുടിക്കും എല്ലാം കഴിയുമ്പോൾ 3-4 മണിക്കൂർ. ആയിക്കോട്ടെ, 10 മണിക്കൂർ. പിന്നെ പലരും ഫ്രീയാണ്. അതുകൊണ്ട് തന്നെ പലരും വണ്ടി കച്ചവടം, വസ്തു കച്ചവടം, നെല്ലാണ് മണി, ബ്രോക്കർ, ഒത്തിരി ബിസിനസ് പറയും. അപ്പൊ പിന്നെ ഉപദേശമാര് ഈ ഒരാളെ ചേർത്ത് കഴിയുമ്പോ അവൻ പോയി 3 പേരെ ചേർത്തും അവൻ പോയി പാസ്സായിട്ട് വരുന്നത് ഞായറാഴ്ച അവിടെ ഒന്ന് പറഞ്ഞു, യഹോവ നിനക്ക് വേണ്ടി കാര്യം. ഒരാളെ ചേർത്താൽ മതി. പിന്നെ പ്രകൃതി കസേര തന്നെ അവർ പോയി ചേർത്തോട്ട് പ്രകൃതിന്റെ ആഴ്ച ഇങ്ങനെ മണി ചെയ്യും, കിണി ചെയ്യും. ഫ്രീയ ചേർത്തിട്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്നും അധികം പോകുന്നില്ല. ഞാനിതൊക്കെ പറഞ്ഞ എന്നോട് എല്ലാവരും അപ്പൊ ഇഷ്ടംപോലെ ടൈമുണ്ട്. ഒരു കാര്യം ടൈം ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കൂടി 10 മണിക്കൂർ ഉള്ള ഒരാഴ്ച. ഗവൺമെന്റ് സർവീസിൽ ഒരു ദിവസം 8 മണിക്കൂർ ചെയ്യണം. കേരളത്തില് വർക്കുണ്ടെ പിന്നെ എങ്കിലേ മാസം ശമ്പളം പഞ്ചിങ്ങ. പുള്ളിക്കൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് എപ്പോ വന്ന് വരുന്നവനെ സ്വീകരിക്കുമല്ലോ. ഇല്ല, അങ്ങനല്ലേ? പിന്നെ ഇപ്പൊ വന്നാല് പുള്ളി മെനക്കെട്ട് നടന്നവനെ
ഇഷ്ടംപോലെ ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അവർ ഈ ടൈം ഉണ്ടെന്ന് പറഞ്ഞപ്പം യോവാബും അബ്നേരും കൂടെ പറഞ്ഞു, ഒരു കാര്യം അങ്ങനെ ബാല്യക്കാരൻ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ. ടൈം ഉണ്ടല്ലോ, ബാല്യക്കാരൻ നമ്മുടെ മുമ്പിൽ ഒന്ന് കളിക്കട്ടെ. ഇഷ്ടംപോലെ ടൈം കിടക്കല്ലേ. അവിടെ പറഞ്ഞു നമുക്ക് പാലിന് കളിക്കാം, ടൈം കിടക്കല്ലേ, എന്നാ കളിക്കട്ടെ. അപ്പൊ ചോദിച്ചു അവിടെ എത്ര പേര് കളിക്കാറുണ്ട്? 12 പേര്. ഇവിടെ 12 പേര് നിൽക്കണല്ലോ, കാരണം സെയിം നിന്നെങ്കിലല്ലേ കളി. ഇപ്പുറ സെക്രട്ടറി ആയിട്ട് ഒരാള്, ഇപ്പുറ സെക്രട്ടറി ആയിട്ട് ഒരാള് പാലിന് കളിക്കാം. അവിടെ പ്രസിഡന്റ് ആയിട്ട് ഒരാൾ, ഇവിടെ പ്രസിഡന്റ് ആയിട്ട്, അവിടെ ജോയിന്റ്, ഇവിടെ അവിടെ ട്രഷറർ ഒരാള്. ഇപ്പറേ നിങ്ങൾക്ക് മനസ്സിലാകാനിയാണോ അതോ എന്നെ പൊട്ടനാണ്? കളിക്കട്ടെ, കളിക്കട്ടെ. അപ്പൊ അവിടെ 12 എഴുന്നേറ്റ്, ഇവിടെ 12. കളിക്കാൻ നിങ്ങളെ ഭാഗം പഠിക്കുമ്പോഴല്ല, കളിക്കാനാണ് എഴുന്നേറ്റത്. ഒരു എന്തുവാ പറഞ്ഞ ഒരു നേരം പോക്ക്, അല്ലെങ്കിൽ എന്തുവാ ടൈം പാസ്. എനിക്ക് ഇംഗ്ലീഷ് വശമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പൂരിപ്പിച്ചു തരണം. ഒരു ടൈം പാസ്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, നിങ്ങളെ ഭാഗം അങ്ങോട്ട് പഠിക്കണം. കളിക്കാനാണ് തുടങ്ങിയത്, ചെറിയൊരു കളി. പക്ഷെ ഒടുവിൽ കളി കാര്യമാകാൻ തുടങ്ങി. കളി കാര്യമായി പറഞ്ഞാൽ ഭയങ്കര കാര്യമായി. നേർക്ക് നേരെ പിന്നെ കാര്യമാണ്. പിന്നെ കാര്യത്തോടെത്തുമ്പോ പിന്നെ പറയാനും പ്രവർത്തിക്കുന്നതെല്ലാം പ്രമാണത്തിന് നിരക്കാത്തതാണ് മുഴുവൻ. അനുവദിച്ച് പിന്നെ ചെടി വാരി എറിയാൻ തുടങ്ങി. ഓരോരുത്തരും എതിരാളിയുടെ മുടിക്കുത്തിന് കയറി പിടിച്ചെന്ന. മുടിക്കുത്തിന് പിടിച്ചാൽ സന്തോഷമാണോ വേദനയാണോ? അങ്ങോട്ടും കൊണ്ട് വേദനിപ്പിക്കാൻ തുടങ്ങി. അത് അങ്ങനെ പഠിച്ചാലേ ശരിയാവുള്ളൂ. വേദനിപ്പിച്ചു. ബ്രദറെ അവൻ ആരാന്നറിയാമോ? അവന്റെ ഹിസ്റ്ററി വല്ലതും ബ്രദറിന് വേദനിപ്പിക്കുക. ഞാൻ പുള്ളിക്ക് വോട്ട് ചെയ്യാമോ എന്ന് പറഞ്ഞ അത് അവൻ നമ്മുടെ മറ്റേ അവൻ ഇങ്ങോട്ട് അവനെ വേദനിപ്പിക്കുക. അവന്റെ അപ്പൻ നമ്മുടെ തള്ള ഇവന്റെ ചരിത്രം പ്രവർത്തനം അറിയാമോ? ഇല്ല. ഇവന്റെ മൂത്ത പെങ്ങളുടെ ചരിത്രം അറിയാമോ? വേദനിപ്പിക്കുക. ചെറിയൊരു കളിയാണ്. കളികാരൻ മുടിക്കുത്തിന് കയറി പിടിച്ച് വലിക്കുകയല്ലേ, വേദനയല്ലേ? ഇതല്ലേ ആത്മീയ ലോകത്ത് നടക്കുന്നത്. നീ കൂട്ടു സഹോദരനെ വേദനിപ്പിക്കരുത്, കൂട്ടു സഹോദരനെ വേദനിപ്പിക്കരുത്. കളികാര്യമായി പിടിച്ച് മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് നിങ്ങളെ ഭാഗം പഠിക്കുമ്പോഴറിയാം. ആയിരം വെള്ളം കയറ്റി ഒറ്റ ദിവസം 24 പാട്ട്. ഒറ്റ ദിവസം ഒരു ചെറിയ കളിയാണ്. അതാണ് ഞാൻ പറഞ്ഞ സഭയ്ക്കകത്ത് കളിക്കരുത്. ദൈവസഭ നമുക്ക് കളിക്കാനുള്ള ഇടമല്ല. നമ്മുടെ കോഴ്സ് ഇറക്കുന്ന സ്ഥലമല്ല ദൈവസഭ. ദൈവസന്നിധിയിൽ വരുന്നത് ഒരാഴ്ച മുഴുവൻ നിന്നെ സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ ദൈവത്തിന് മഹത്വം വരേക്ക് ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനാ. ഒരാഴ്ച മുഴുവൻ ഭദ്രമായി നിന്നെ കാത്തു, ഭക്ഷിപ്പാനാകാനെന്ന് ധരിപ്പാൻ മാത്രം നൽകി പിന്നെ നിന്റെ കുടുംബത്തെ ദൈവം സൂക്ഷിച്ചു, വാഹനം സൂക്ഷിച്ചു, രാവത്ത് മരത്തോ പോറലും പരിക്കും പാടി ഏത് കേൾക്കാതെ ദൈവം നിന്നെ സൂക്ഷിച്ചു. ഉന്നതന്മാരും മിടുക്കന്മാരും മണ്ണവഞ്ഞപ്പോ ദൈവം നിന്നെ ഭദ്രമായി കാത്തു. അതിന് നന്ദി അർപ്പിക്കാനും അവിടുത്തെ
സ്തോത്രം. ഞായറാഴ്ച വരുമ്പോൾ വേറെ ഒരു ആയുധത്തിന്റെ ശബ്ദം കേൾപ്പിക്കരുത്, കേൾക്കരുത്. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനം, ഓരോരുത്തരും പ്രവചനം, ഓരോരുത്തരും അന്യഭാഷ, ഒരുവൻ വ്യാഖ്യാനം, ഒരുവൻ വീഴ്ച പ്രവർത്തിക്കണവർ. വേറൊന്നും കേൾക്കരുത്, കേൾപ്പിക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കളിയായിരുന്നു പന്ത്രണ്ട്. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ച് എടുത്തവര്. ആ കണ്ണിനെ തുറന്നത് ഒന്ന് വായിച്ച സഹോദരി. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഇശ്ബോശേത്തിന്റെയും ഭാഗത്ത് നിന്ന് 12 പേരും, ഈശ്ബോശത്തിന്റെ ഭാഗത്ത് നിന്ന് 12 പേരും, ദാവീദിന്റെ അല്ല കണ്ണിനെ തുറന്നത് പോലെയാണോ വായിച്ചേ? ബാല്യക്കാർ എഴുന്നേറ്റ്, അല്ല അതിനൊരു കണ്ണിനെ തുറന്നത് പോലെ ഉണ്ടല്ലോ. ശൗല് മരിക്കുകയും. അത് പുതിയ ബൈബിൾ ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഞാൻ പഴയ ബൈബിള് എന്റെ ഇരിക്കുന്നതുകൊണ്ട് അത് വായിക്കുന്നതിന്റെ പിക്ചർ ആകത്തിരിക്കുന്നത്. അത് എത്ര മാറ്റി വാങ്ങാണ്? അതെവിടെ എഴുതിയിരിക്കുന്നത്? അതെവിടെ പോലെ ഒരു കണ്ണിക തുറന്നില്ലേ? അതാ എന്റെ മനസ്സിലാക്കി പോകുന്നതാ. ഇത് ഏത് ബൈബിളാ? ബൈബിൾ സൊസൈറ്റിയുടെ ആകാനാ സാധ്യത. അമ്മാമ്മയുടെ വീട് എവിടെ? നാട്ടിലെ. പിന്നെ പരിചയപ്പെടാം. സഹോദരിയുടെ വീട് എവിടെ? ഇത് ഏത് ബൈബിളാണ്? ബൈബിൾ സൊസൈറ്റിയുടെ കണ്ണിക്കല്ലേ? കണ്ണിക്കല്ലേ? ഇവിടെ ഞാൻ ഇത് കണ്ണാടിയില്ല നോക്കാം. അതിന് കണ്ണിത തുറന്നതാണല്ലോ. അതൊക്കെ ഞാൻ എനിക്കും തപ്പലായി. ഓ സോറി, ഇത് ന്യായമായിരുന്നു. അമ്മാമേ ഒന്ന് വായിപ്പിച്ചോട്ടെ. പുള്ളിക്കാരി സന്തോഷത്തോടെ വായിച്ചത് വായിച്ചു. മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഇശ്ബോശേത്തിന്റെ പ്രവാചകൻ അങ്ങനെ വായിച്ചാൽ വലിയൊരു കേൾക്കും. മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഇശ്ബോശേത്തിന്റെ സേവകരും മഹാനയീമിൽ നിന്ന് വായിച്ചോ. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ സേവകരും പുറപ്പെട്ട് ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് ഇവര് തമ്മിൽ സമ്മേളിച്ച് നടത്തത്. കുളത്തിന് ഇപ്പുറവും ഇവര് കുളത്തിന് ഇപ്പുറവും മറ്റൊരു കുളത്തിന് അപ്പുറവും നടത്തത്. ഉറക്കമായിരുന്നു മൈക്ക് ചേർത്ത് പിടിച്ചേച്ച് ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ മണിയതിന് ഓളി കൂട്ടി കൊടുക്കുക. ഫുള്ള് ഓളിയാണ്. അപ്പൊ സഹോദരി ഉറക്കം വായിക്കാത്തതാ. ബാല്യക്കാരെഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ കളിക്കട്ടെ ഒന്ന് കളിക്കട്ടെ. ടൈം ഉണ്ടല്ലോ, ഒരു ടൈം പാസിന് കളിക്കട്ടെ. അടുത്തതാ. അപ്പൊ യോവാബ് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ, ടൈം ഉണ്ടല്ലോ, കളിക്കട്ടെ. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഈശ്ബോശേത്തിന്റെ ഭാഗത്ത് നിന്ന് 12 പേരും, ദാവീദിന്റെ സേവകരിൽ നിന്ന് 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു. പായല് എണ്ണമൊത്ത് എഴുന്നേറ്റു. ഓരോരുത്തൻ താന്താൻ എതിരാളിയെ മുടുക്കി പിടിച്ച് വിലാപുരത്ത് വാൾ കുത്തിക്കെടുത്തി ഒന്നിച്ചു വീണു. എങ്ങനെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ചുമ്മാതല്ല. 1 മണി ആയില്ല, അതായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, സഹോദരിയോടും സോറി, അവിടെ ഇതെല്ലാം പോയതാ. എന്നോട് ക്ഷമിക്കും. ആ പാവത്തിന് ഞാനും വല്ലാതെ പറഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, എണ്ണമൊത്ത് 12 പേരുണ്ട്. ഓരോരുത്തരും എതിരാളികളെ മുടിക്കുത്തിൽ കേൾപ്പിച്ച് കള്ളക്കകത്ത് ആയുധം കയറ്റി ഒന്നിച്ചു 12 ഒരു ചെറിയ കളി തുടങ്ങിയതാ. കാര്യമായത് കണ്ടോ? സഭയ്ക്കകത്ത് കളിക്കരുത്, കൂട്ടായ്മയ്ക്കകത്ത് ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ശുശ്രൂഷകരോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവദാസന്മാരോട് എന്റെ സഹപാഠന്മാരോട് നമുക്കിതിനകത്ത് കളിക്കാൻ അനുവാദമില്ല. വേറെ കൂട്ടി ശുശ്രൂഷകന്മാരെ പിടിച്ച് കളിക്കരുത്, ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. വിശ്വാസികളോടും അങ്ങനെ കളിക്കാനുള്ള സ്ഥലമല്ല. നമ്മുടെ കോഴ്സ് ഇറക്കുന്ന സ്ഥലമല്ല.
ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാനുമുള്ള സ്ഥലമാ സഭ. Praise the Lord. ബാക്കി ഭാഗം വൈകിട്ട് നമുക്ക് ചിന്തിക്കാം. 1 മണിയാകാൻ ഈ ക്ലോക്കിലെ ഒരു 5 മിനിറ്റ് ഉണ്ട്. ഇത് കറക്റ്റ് ആണല്ലോ. അപ്പോ ഒരു പാട്ടിന്റെ ഈരടി പാടി പ്രാർത്ഥിച്ച ആശീർവാദം സൂക്ഷം 1 മണിയാകും. ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ വൈകുന്നേരം നമുക്ക് ചിന്തിക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാം. ഓ ദൈവത്തിന് മഹത്വം, 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 മഹത്വം. ആ പഴയ പാട്ടിന്റെ 2 ജനങ്ങൾ താഴ്ചയിൽ എണ്ണിക്കാൻ